ഹലോ നമസ്കാരം, വെൽക്കം ടു സ്റ്റോറീസ് ബൈ GKD. സോ ഇപ്പോൾ റിലീസായിട്ടുള്ള ഒരു പുതിയ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും വളരെ ഹൈപ്പോട് കൂടി എന്താ പറയുക വെയിറ്റ് ചെയ്തിരുന്ന മൂവിയാണ് കാന്താര ചാപ്റ്റർ 1. സോ ഞാൻ ആ മൂവി തിയേറ്ററിൽ പോയി കണ്ടു. ആ മൂവിയുടെ റിവ്യൂ ആണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. സോ മൂവി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഋഷഭ് ഷെട്ടി. ഹൊംബാലെ ഫിലിംസ് ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ്. ഒത്തിരി നല്ല ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് ഉണ്ട് ഈ മൂവിയിൽ. ഋഷഭ് ഷെട്ടിയാണ് ഈ മൂവിയുടെ ഹൈലൈറ്റ്. കൂടാതെ നമ്മുടെ ജയറാമേട്ടനുണ്ട് മൂവിയിൽ. ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ജയറാം ചെയ്യുന്നത്. അതുപോലെ തന്നെ രുക്മിണി വസന്താണ് ഈ മൂവിയിലെ ഹീറോയിൻ. രുക്മിണിയും വളരെ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ അധികം മൂവീസ് കണ്ടിട്ടില്ല ആളുടെ, ബട്ട് ഈ മൂവിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാനും നല്ല സുന്ദരിയാണ്. ആക്ച്വലി സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നമ്മൾ പുള്ളിക്കാരിനെ ഇങ്ങനെ നോക്കിയിരുന്നു പോവും, ബിക്കോസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ആ കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് വരുമ്പോൾ നല്ല സുന്ദരിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലോണം ആക്ടും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് കമ്പയർ ടു ആദ്യം ഇറങ്ങിയ കാന്താര വെച്ച് നോക്കുമ്പോൾ അത് ആക്ച്വലി കുറച്ചും കൂടെ ഒതുങ്ങിയ ഒരു മൂവിയാണ്. ഒരു ചെറിയ നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യം കാണിക്കുന്ന മൂവിയാണ്. പക്ഷേ ഈ മൂവിയിലേക്ക് വരുമ്പോൾ ഇവർ കൂടുതലും കാണിച്ചിരിക്കുന്നത് ലൈക്ക് ഇപ്പം എന്താ പറയുക, നമ്മുടെ എപ്പിക് ലൈക്ക് മഹാഭാരതമൊക്കെ പോലെ അങ്ങനെ കുറേ വാറുണ്ട്, ഒരു വലിയ പാലസ് ഉണ്ട്, ഒരു ബൗണ്ടറി വാളുണ്ട്, പിന്നെ കാട്ടിൽ കുറേ കാര്യങ്ങളുണ്ട്. സോ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും വളരെ മനോഹരമായിട്ട് അവരുടെ പാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഒറിജിനൽ വേർഷൻ കന്നഡയാണ് കണ്ടത്. ഇത് ആക്ച്വലി കന്നഡയിലുള്ളൊരു പീരിയഡ് മിത്തോളജിക്കൽ ആക്ഷൻ ഡ്രാമ മൂവിയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചൊക്കെ കന്നഡ മനസ്സിലാവും, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിക്കായിട്ടുണ്ട്. പക്ഷേ ഇത് വേറെ ലാംഗ്വേജിൽ എങ്ങനെയാണ് കോമഡിയൊക്കെ ആളുകൾക്ക് കൺവേ ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ വേറെ ലാംഗ്വേജിൽ കണ്ടിട്ടില്ല. ഈ മൂവി ആക്ച്വലി പോകുകയാണ് ഈ മൂവിയുടെ എനർജി കുറച്ച് കൂടി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സ്റ്റാർട്ടിങ്. ബട്ട് ഇത് ലാഗിങ് ഒന്നുമല്ല, സ്ലോ ഒന്നുമല്ല. ലാസ്റ്റിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സ് ഒക്കെ അമേസിംഗ് ആണ്. അതുകൂടാതെ ഋഷഭ് ഷെട്ടിയുടെ ആക്ടിങ്, മുന്നേ ഇറങ്ങിയ കാന്താര കാണുമ്പോൾ എല്ലാവർക്കും അറിയാം അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ഭൂതക്കോലം ആ ഒരു റോളൊക്കെ ചെയ്യുന്നതെന്ന്. ഈ മൂവിയിലും ഉണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു സീക്വൻസ്. ആൻഡ് കമ്പയർ ടു ദ ലാസ്റ്റ് മൂവി ഇതിൽ കുറച്ചും കൂടെ എന്താ പറയുക ത്രില്ലിംഗ് ആണ്. മൂവിനെ പറ്റി ഞാനൊരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഇലക്ട്രിഫൈയിങ് മൂവിയെന്നേ പറയത്തുള്ളൂ. അരവിന്ദ് കശ്യപാണ് ഇതിൻ്റെ DOP. അതും അതിൻ്റെ ഹൈലൈറ്റാണ്. ഈച്ച് സീൻ എല്ലാ ഫ്രെയിമും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു മൂവി ആവുമ്പോൾ അതിന് ഒത്തിരി ഡിസൈൻ കാര്യങ്ങളിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബംഗ്ലാനാണ്. ബംഗ്ലാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ നമ്മുടെ ലോക മൂവിയുടെ പ്രൊഡക്ഷൻ ഡിസൈനും ബംഗ്ലാൻ തന്നെയാണ് ചെയ്തത്. സോ ഇതിലും ഒത്തിരി സെറ്റ് ഇട്ടിട്ടുണ്ട് അവർ. ഒരു പാലസിനാണെങ്കിലും, പാലസിൻ്റെ ബൗണ്ടറി വാളാണെങ്കിലും, ജയിലാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ, ഒരു പോർട്ട്, ഇതെല്ലാം അവർ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഭയങ്കര എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവർ സെറ്റ് ഇട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതെല്ലാം അടിപൊളിയാണ്. അതുപോലെ കാട്ടിലും കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി കാണുമ്പോൾ ഞാൻ ഇവർ ഏതൊരു ആർട്ടിക്കിളിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ലൈക്ക് ഇവരൊരു 1 hour നടന്നാണ് കാടിൻ്റെ ഉള്ളിലേക്ക് പോയി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ആർട്ടിസ്റ്റുകളെ കൊണ്ടാണ് ഇവർ പോയിട്ടുള്ളത്. സോ ആ ഒരു എഫേർട്ടൊക്കെ നമുക്ക് ഈ മൂവി കഴിയുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മൂവിയുടെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അതിൻ്റെ VFX എഫക്ട്സ്. അതും ഭയങ്കര അമേസിംഗ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് 1-2 കാര്യങ്ങൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് ചില പോർഷൻസിൽ എനിക്കൊരു കുട്ടികളുടെ അനിമേഷൻ മൂവിയുടെ ഒക്കെ ഒരു എന്താ പറയുക ഒരു ഫീല് വന്നു. ബട്ട് അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം VFX നല്ല എന്താ പറയുക ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ അത്ര ഇഷ്ടപ്പെടാതിരുന്നൊരു പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്കൽ പാർട്ടാണ്. സോ ആദ്യം ഇറങ്ങിയ കാന്താരയിലെ മ്യൂസിക്, പാട്ടൊക്കെ എന്താ പറയുക നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാനൊക്കെ റിപ്പീറ്റ് അടിച്ച് കേട്ടോണ്ടിരിക്കുമായിരുന്നു വരാഹരൂപം സോങ്ങൊക്കെ. പക്ഷേ അത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകൾ ഈ മൂവിയിൽ ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഉണ്ടെന്ന്. പാട്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ, ഫസ്റ്റ് പാട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ മൂവിയിൽ പഞ്ച് കുറവാണ് പാട്ടിന്. ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അവർ നല്ലോണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ബട്ട് പാട്ട് മുന്നേ ഇറങ്ങിയ കാന്താരയുടെ 2 സോങ്സ് അവർ ഈ മൂവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാട്ടൊക്കെ എത്തുമ്പോൾ ആക്ച്വലി നമുക്ക് കുറച്ച് ഗൂസ് ബംസ് ഒക്കെ ഫീൽ ചെയ്യും. അത് മാത്രമല്ല ചില സീൻസ് ഉണ്ട് നമുക്ക് ഗൂസ് ബംസ് വരുന്ന സീൻസ് ഉണ്ട്. അതെന്താണെന്നോ അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് അതിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. ഇതിൽ ഋഷഭ് ഷെട്ടി ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് ബർമെ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് കേട്ടോ. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്.
ഈ മൂവിക്കും അദ്ദേഹത്തിന് മിക്കവാറും ഒരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ മൂവി കണ്ടിറങ്ങിയ ഒത്തിരി ആൾക്കാരുടെ റിവ്യൂസൊക്കെ ഞാൻ കണ്ടു. ഒത്തിരി പേര് പറയുന്നുണ്ട് വളരെ നല്ല മൂവിയാണ്, 1000 കോടി ക്ലബിൽ മേലെ ഈ മൂവി പോകുന്ന. ശരിയാണ്, 1000 കോടി ക്ലബിലൊന്നും നിൽക്കില്ല, അതിലും കൂടുതൽ ഈ മൂവിക്ക് എന്തായാലും കളക്ഷൻസ് ഉണ്ടാവും. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് മുന്നേ ഇറങ്ങിയ ആദ്യത്തെ കാന്താരയാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതെനിക്ക് കുറച്ചും കൂടെ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ലൈഫായിട്ട്. അല്ലെങ്കിൽ ഒരു വില്ലേജ് ലൈക്ക് കർണാടകയിലെ ഒരു വില്ലേജിൽ നടക്കുന്ന ഒരു കാര്യം അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ആളുകൾക്ക് കൺവേ ആവുന്ന പോലെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതൊരു ലാർജ് സ്കെയിൽ മൂവിയാണ്, ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട്, ഒത്തിരി സെറ്റുണ്ട്. സോ നമ്മളൊരു ബാഹുബലിയൊക്കെ കാണുന്ന പോലെ അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ബട്ട് ഇതിലെ എല്ലാ കാര്യങ്ങളും അവർ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഫൈറ്റ് ആണെങ്കിലും ആ വോറൊക്കെ ആണെങ്കിലും നമുക്കും കിട്ടുന്നുണ്ട് ആ ഒരു ഇഫക്റ്റ്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാന്താരയുടെ ഏറ്റവും ആദ്യം ഇറങ്ങിയ പാർട്ടാണ്, ഒറിജിനൽ കാന്താരയാണ്, കാന്താര ചാപ്റ്റർ 1 അല്ല. ഈ മൂവി ഫാമിലി ആയിട്ട് പോയി കാണുന്ന ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ മൂവിക്ക് പോവുകയാണെങ്കിൽ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ചെറിയ ഇയർ കഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവുക. ബിക്കോസ് സൗണ്ട് ഇഫക്റ്റ് ഒത്തിരി ഉണ്ട് ഈ മൂവിയിൽ. ചില ഭാഗങ്ങളിലൊക്കെ ഒത്തിരി കൂടുതലായിട്ട് സൗണ്ട് വരുന്നുണ്ട്. അത് ചിലപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങനെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഞാനിത് കണ്ടത് ഐമാക്സിലാണ് കേട്ടോ. ഇനി അതിൻ്റെ കാരണം കൊണ്ടാണോ ഇത്രയും സൗണ്ട് ഉണ്ടായെന്ന് അറിയില്ല. ബട്ട് സൗണ്ട് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എഗെയിൻ ലോക മൂവിക്ക് ശേഷം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയ ഒരു മൂവിയായിരുന്നു കാന്താര. അത്രയും നല്ലൊരു മൂവി കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. സോ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇതുപോലെയുള്ള ഇനിയും പുതിയ പുതിയ മൂവീസിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് ഞാനിനി വരുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.